ആനക്കേരളത്തിൻ്റെ ഗജറാണിക്ക് കണ്ണീറിൽ കുതിർന്ന പ്രണാമം. ഒരാന എന്നതിനേക്കാളുപരി ഒരുപാട് സവിശേഷതകളുള്ള ഒരു പിടിയാനയാണ് ഗുരുവായൂർ കോട്ടയിലെ ഏറ്റവും പ്രശസ്തിയാർന്ന പിടിയാന നന്ദിനി ഇന്ന് നമ്മോടൊപ്പമില്ല. തൻ്റെ 60-ാം വയസ്സിലാണ് നന്ദിനി വിടവാങ്ങുന്നത്. 1964 മെയ് 9 നിലമ്പൂരിലെ പി നാരായണൻ നായർ എന്ന ഭക്തനാണ് ഗുരുവായൂരപ്പന് മുന്നിൽ നന്ദിനിയെ നടക്കിയിരുത്തിയത്. കുട്ടിക്കളി മാറാത്ത തൻ്റെ 4-ാം വയസ്സിലാണ് നന്ദിനിയെ ഗുരുവായൂരപ്പന് മുന്നിൽ നടക്കിയിരുത്തുന്നത്. 1975 ജൂൺ 25-ാം തീയതിയിൽ പുന്നത്തൂർ കോട്ടയിലേക്ക് ഗുരുവായൂർ ആനത്താവളം മാറ്റുമ്പോൾ സാക്ഷാൽ ഗുരുവായൂർ കേശവനോടൊപ്പം കോട്ടയിലേക്ക് പ്രവേശിച്ച ആനകളിൽ കുഞ്ഞു കുട്ടിയായി നന്ദിനിയും ഉണ്ടായിരുന്നു. മാത്രമല്ല, പറഞ്ഞറിയിക്കാൻ വിശേഷങ്ങളും സവിശേഷതകളും ഏറെയുള്ളൊരാന. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആറാട്ടിൻ്റെ താരമായിരുന്നു നന്ദിനി. പള്ളിവേട്ടയ്ക്ക് 9-ഉം ആറാട്ടിന് 11-ഉമാണ് പതിവ്. 20 വർഷത്തിലധികമായി ഈ ചടങ്ങ് നന്ദിനി മുറ പോലെ നടത്തിയിരുന്നു. ഭക്തരുടെ തിരക്ക് കാരണം ഓടാൻ പോലും സ്ഥലമുണ്ടാകില്ല. എന്നാലും ആ തിരക്കിലൂടെ സൂക്ഷിച്ച് ഓടാനും നന്ദിനിക്കറിയാമായിരുന്നു. കൂടാതെ ഗുരുവായൂർ കണ്ണൻ്റെ ഓരോ ചടങ്ങുകളും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ നന്ദിനിക്ക് വളരെ വ്യക്തമായ ശീലങ്ങളും ഉണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ നിൽക്കേണ്ട സമയത്തും സ്ഥാനത്തും നിൽക്കാൻ നന്ദിനിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പ്രായാധിക്യവും അണുബാധയും ആരോഗ്യ പ്രശ്നങ്ങളും തുടർന്ന് നന്ദിനി കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുരുവായൂർ ദേവിയാണ് പള്ളിവേട്ട ചടങ്ങുകൾക്ക് ഓടിയത്. ഇതേ മികവ് ഗുരുവായൂർ ആനയോട്ട ചടങ്ങുകളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് നന്ദിനി എന്ന നമ്മുടെ പിടിയാന. ഇതിൽ 1986 ഫെബ്രുവരി 21 നടന്ന ആനയോട്ടത്തിൽ താരമായിരുന്നു നന്ദിനി. ഇതിൽ 1986 ഫെബ്രുവരി 21 നടന്ന ആനയോട്ടത്തിൽ താരമായി നടത്തിയ വാശിയേറിയ മത്സരത്തിനൊടുവിൽ ജയം നന്ദിനിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചു. ആരാധകർക്ക് എന്നും സന്തോഷവും ശാന്ത സ്വഭാവവുമായിരുന്നു നന്ദിനി നൽകിയിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച കെട്ടുംതറയിലായിരുന്നു നന്ദിനിയുടെ വിശ്രമവും. പക്ഷേ ഒരുപാടെല്ലാം നമ്മൾ ആനയെ സ്നേഹിച്ചും ആനയെ പരിപാലിച്ചും മുന്നോട്ട് പോയിരുന്നെങ്കിലും പ്രായാധിക്യത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നന്ദിനിയിലും ഉണ്ടായിരുന്നു. ഏറെ ഗജപാരമ്പര്യമുള്ള ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട നന്ദിനിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.